അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു. 8 കണ്ടെയ്നറുകളാണ് തീരത്തടഞ്ഞത്. ജനവാസ മേഖലയ്ക്ക് അടുത്താണ് കണ്ടെയ്നർ അടിഞ്ഞത്. സമീപത്തെ വീടുകളിൽ ഉള്ളവരോട് ബന്ധുവീടുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, ഈ അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത്. നേരത്തെ തന്നെ ഈ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുത് എന്നതടക്കമുള്ള ഇപ്പോൾ 8 കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത്. ഇവിടെയൊക്കെയാണ് വിവരങ്ങൾ. വൃന്ദ, 8-ൽ നിന്ന് കണ്ടെയ്നറുകളുടെ എണ്ണം 16ലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ 16 കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞിട്ടുള്ളത്. അത് കൊല്ലത്തിന്റെ പല ഭാഗങ്ങളിലായും അതുപോലെ തന്നെ ആലപ്പുഴയിലും ആലപ്പുഴ തീരത്തും ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലത്തെ ശക്തികുളങ്ങര, ചവറ, അതുപോലെ തന്നെ കരുനാഗപ്പള്ളി, ചെറിയഴീക്കൽ എന്നുള്ള ഭാഗങ്ങളിലാണ് ഈ ഒരു കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത്. അതിൽ തന്നെ ചെറിയഴീക്കലിൽ 2 എണ്ണവും, ചവറ പരിമണം ഭാഗത്ത് 3 എണ്ണവും, ശക്തികുളങ്ങര മദാമത്തോപ്പിൽ 6 കണ്ടെയ്നറുകളുമാണ് തീരത്തടിഞ്ഞത്. അതിൽ തന്നെ പല കണ്ടെയ്നറുകളും കാലിയാണ്. ആലപ്പുഴയിൽ വരികയാണെങ്കിൽ ആലപ്പുഴ ഭാഗത്തും ഒരു കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ രീതിയിലും അതുപോലെ തന്നെ 1 കടലിൽ ഒഴുകുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് കണ്ടെയ്നറുകളിൽ നിന്നുള്ള പാക്കറ്റുകളും ഇപ്പോൾ കടലിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്തായാലും ആലപ്പുഴ തറയിൽ കടവ് ഭാഗത്താണ് ഈ ഒരു കടലിലായും അതുപോലെ തന്നെ തീരത്തായും 2 കണ്ടെയ്നറുകൾ നിൽക്കുന്നത്. ഈ തീരത്തടിഞ്ഞ, അതായത് കേരളത്തിന്റെ തീരത്തടിഞ്ഞ ഈ ഒരു കണ്ടെയ്നറുകൾ എന്തായാലും MSC കമ്പനിക്ക് കൈമാറാനാണ് ഇപ്പോൾ കിട്ടിയൊരു വിവരം. MSC കമ്പനികൾക്ക് കൈമാറുമെന്നാണ് ഇപ്പോൾ കിട്ടിയൊരു വിവരം. അതുപോലെ തന്നെ അത് കൊണ്ടുപോകാനുള്ള സാങ്കേതിക സഹായം കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഒരു ആലപ്പുഴ തീരത്തടിഞ്ഞ ഈ ഒരു കണ്ടെയ്നറിൽ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലും വന്നിട്ടുണ്ട്. ആ ഒരു ബോക്സുകളിൽ സോഫി ടെക്സ് എന്ന ഒരു ടെക്സ്റ്റ് ആ ഒരു ബോക്സിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ടെക്സ്റ്റൈൽസിൻ്റെ ഉൽപ്പന്നമാണോ ആ ഒരു കണ്ടെയ്നറിൽ എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലും വന്നിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെത്തി അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് കൊല്ലം ആ ഒരു ഭാഗത്തും ഈ ഒരു വിദഗ്ധ സംഘം പരിശോധിക്കുകയാണ്. ഈ കണ്ടെയ്നറുകൾ കാലിയായിട്ടുള്ള കണ്ടെയ്നറുകളുണ്ട്, അല്ലാത്ത കണ്ടെയ്നറുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ കണ്ടെയ്നറുകളിൽ എന്താണെന്ന് പരിശോധിച്ച് വരികയാണ്. അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം പറയുകയാണെങ്കിൽ ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു കണ്ടെയ്നറുകളിൽ എന്താണെന്ന് അറിയാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ 200 മീറ്റർ അകലമെങ്കിലും ഒരു കണ്ടെയ്നർ തീരത്തടിയെന്ന് കാണുകയാണെങ്കിൽ അതിന് 200 മീറ്റർ അകലമെങ്കിലും പാലിക്കണമെന്നാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ ജാഗ്രതാ നിർദ്ദേശം. അതുപോലെ തന്നെ കണ്ടെയ്നർ തൊടാനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോകാനോ ശ്രമിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശവും ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. മുഴുവനായി 640 കണ്ടെയ്നറുകളായിരുന്നു ആ ഒരു കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 71 എണ്ണം, ആ ഒരു 640-ൽ 71 എണ്ണം കാലിയാണ്. അതുപോലെ തന്നെ 13 കണ്ടെയ്നറുകൾ അപകടാവസ്ഥയിൽ ഉള്ളതല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിൽ 12 എണ്ണത്തിലാണ് കാൽസ്യം കാർബൈഡ് നിറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാൽസ്യം കാർബൈഡ് നിറഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നറുകളാണ് ഏറ്റവും അപകട ഭീഷണി ഉയർത്തുന്നത്. എന്തായാലും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. അതായത് ജനവാസ മേഖലയിലോട് തന്നെയാണ് ഈ ഒരു കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് കൊണ്ട് തന്നെ അപകടാവസ്ഥ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടെയ്നർ തീരത്തടിയുന്നവരോട് അവരുടെ ബന്ധുവീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു വീടുകളിലേക്കോ മാറി താമസിക്കാനും ഇങ്ങനെ ഒന്ന് കാണുകയാണെങ്കിൽ 200 മീറ്റർ എങ്കിലും അകലം പാലിക്കാനും നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൃന്ദ. ശരി വിസ്മയ.